സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പാരഡിം എന്ന വാക്ക് ഒന്ന് വിശദമായി പരിചയപ്പെട്ടു. അതിൻ്റെ സമ്മറി ഇങ്ങനെയായിരുന്നു. പാരഡിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമീപന രീതി എന്ന് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഡാറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഡാറ്റ അത്ര സെക്യൂർ അല്ലെങ്കിലും കുഴപ്പമില്ല, സങ്കീർണത കൂടിയാലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ പ്രോഗ്രാം എഴുതുന്ന ഒരു സമീപന രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏത് തരം സമീപന രീതി എന്നുള്ളത് ഇതിൽ എന്തിന് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഡാറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ സ്റ്റൈലിൽ പോവും, പാരഡിം യൂസ് ചെയ്യും. അതേസമയം എങ്ങനെയെങ്കിലും ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതിന് പ്രോസസ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് സ്റ്റൈലിൽ കൂടെ പോകും. C++ രണ്ട് സ്റ്റൈലും ഫോളോ ചെയ്യാറുണ്ട്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യും, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യും. ഈ പ്രോഗ്രാമിംഗ് പാരഡിംസ് ആദ്യകാലത്ത് വലിയ പ്രത്യേകത ഒന്നുമില്ല, കാരണം എങ്ങനെയാലും ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. അൺസ്ട്രക്ചേർഡ്, പ്രത്യേകിച്ച് ഒരു ഓർഡറിങ് ഒന്നുമില്ല, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുക എന്നായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇഫ് എൽസ് ഒക്കെ കോഡൊക്കെ വെച്ചിട്ടൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട് പ്രോഗ്രാമിന്. തുടക്കം തൊട്ട് ഇങ്ങനെ വരിവരിയായിട്ട് വർക്ക് ചെയ്യും. കൺട്രോൾ സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്തിട്ട് ഇഫ് എൽസോ ലൂപ്പോ ഒക്കെ വർക്ക് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യുന്ന രീതി. ഇത്തരം പ്രോഗ്രാമിങ്ങിൽ പെട്ടതാണ് നമ്മുടെ പാസ്കൽ, അഡ എന്നൊക്കെയുള്ള ലാംഗ്വേജുകൾ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ് വഴി നമ്മൾ എഴുതിയ പ്രോഗ്രാംസൊക്കെ വലുതായി വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൽ നിന്ന് അല്പം കൂടിയും ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള സമീപന രീതി എടുത്തു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഒരു യൂണിറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കി. അങ്ങനെ വന്നപ്പോൾ നമ്മളതിനെ എന്തെന്ന് വിളിച്ചു? ഫങ്ഷൻസ് എന്ന് വിളിച്ചു. അങ്ങനെ ഈ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്നതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്. ഓരോ സ്പെസിഫിക് ടാസ്കിനുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുക, വേറെ സ്പെസിഫിക് ടാസ്കുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുക. നമുക്ക് എപ്പോൾ ആവശ്യം വരുമ്പോഴും ആ സെപ്പറേറ്റ് സെക്ഷനിൽ പോയി വർക്ക് ചെയ്യുക. ഇങ്ങനെ വന്നപ്പോൾ കഷ്ണാക്കി ഡിവൈഡ് ചെയ്തു, പ്രൊസീജിയർ ഓറിയൻറ്റഡ്. ഇങ്ങനെ പിന്നെയും കാലം പുരോഗമിച്ചു, ഈ പ്രോഗ്രാമുകളൊക്കെ ഇതിനേക്കാളും വലുതായി തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരം പ്രൊസീജിയറുകളൊക്കെ കൂടി ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങി. മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മൾ പറഞ്ഞ ഈ C/Fortran പ്രൊസീജിയർ ഓറിയൻറ്റഡിലെ പ്രോഗ്രാമിംഗ് അപ്രോച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ മോഡുലാർ പ്രോഗ്രാമിംഗ്, ടർബോ, പാസ്കൽ, അഡ ലാംഗ്വേജ് ഒക്കെ ഈ മോഡുലാരിറ്റി സപ്പോർട്ട് ചെയ്യുന്ന തരമാണ്. ഫങ്ഷൻസ് ഒരേപോലെയുള്ള ഫങ്ഷൻസ് ഗ്രൂപ്പ് ചെയ്ത് മോഡ്യൂൾസ് ആക്കുന്ന പരിപാടി. ഇവരൊക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡിൻ്റെ ഭാഗമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉപയോഗിച്ചവരാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം പിന്നെയും വലുതായി കഴിഞ്ഞപ്പോൾ ഈ മെത്തേഡ് കൊണ്ട് കോംപ്ലക്സിറ്റി പരിഹരിക്കാൻ പറ്റിയില്ല. അപ്പോൾ തുടങ്ങിയ തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാരഡിമാണ് ഏത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇനി ഈ പ്രൊസീജിയർ ഓറിയൻറ്റേഷൻ്റെ കുഴപ്പങ്ങൾ എന്തെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നും പരിചയപ്പെടലും ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ്റെ ഫീച്ചേഴ്സ് എന്തെന്ന് പരിചയപ്പെടലാണ് അടുത്ത സെക്ഷനുകൾ കേട്ടോ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡിമിനെ കുറിച്ചാണ്. ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡിമിൽ പ്രോഗ്രാം എഴുതുമ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പിനും ഓരോ പർപ്പസ് ഉണ്ട്. അങ്ങനെ ഒരു കൺട്രോൾ ഫ്ലോ ഉണ്ട്. തുടക്കം തൊട്ട് താഴേക്ക് എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോഗ്രാം എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയണേ? പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറയണേ. ഇതിൽ ഫങ്ഷൻസ് യൂസ് ചെയ്യും, കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ ലൂപ്പ്, ഇഫ്, വൈൽ, ഈ വക സ്ട്രക്ചറുകളൊക്കെ നമ്മൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യും. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻപുട്ട് വാങ്ങുക, എന്നിട്ട് എങ്ങനെയെങ്കിലും ഔട്ട്പുട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ഏതെങ്കിലും എഴുതുക എന്നുള്ളതായിരിക്കും. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമായാലും ചെയ്യുക. എംഫാസിസ് ഈസ് ഓൺ ഡൂയിങ് തിങ്സ്. അതാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ തന്നിട്ടുള്ള പ്രോഗ്രാം നോക്കിയാൽ മതി. അതിൽ നോക്കുമ്പോൾ കാണാം ആ പ്രോഗ്രാം മുകളിൽ നിന്ന് വർക്ക് ചെയ്ത് താഴേക്ക് വർക്ക് ചെയ്ത് വരും. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്ത് വരുമ്പോൾ ഫങ്ഷൻ 1നെ വിളിച്ചിട്ടുണ്ട്.
ഫംഗ്ഷൻ 1 വിളിക്കുമ്പോൾ ഉടനെ മോഡ്യൂൾ 1 ചെല്ലും. മോഡ്യൂൾ 1 നമുക്ക് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ 1ഉം ഫംഗ്ഷൻ 4ഉം. അങ്ങനെ ഫംഗ്ഷൻ 1ൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് താഴേക്ക് വർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഫംഗ്ഷൻ 4ൻ്റെ കോള് കാണും. ഉടനെ ഫംഗ്ഷൻ 4 ചെല്ലും. അങ്ങനെ ഫംഗ്ഷൻ 4 വർക്ക് ചെയ്ത് ഫംഗ്ഷൻ കഴിയുമ്പോൾ തിരിച്ച് ഫംഗ്ഷൻ 1 തിരിച്ച് വരും. ഫംഗ്ഷൻ 1 കംപ്ലീറ്റ് ആകുമ്പോൾ തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് വരും. അത് കഴിഞ്ഞ് താഴേക്ക് എത്തുമ്പോൾ പിന്നെയും ഫംഗ്ഷൻ 2 കോൾ ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഫംഗ്ഷൻ 2 ചെല്ലും. അവിടെ നിന്ന് ഫംഗ്ഷൻ 5 ചെല്ലും. ഫംഗ്ഷൻ 5 കഴിയുമ്പോൾ തിരിച്ച് ഫംഗ്ഷൻ 2 വരും. ഫംഗ്ഷൻ 2 കംപ്ലീറ്റ് ആകുമ്പോൾ തിരിച്ച് മെയിനിലേക്ക് വരും. ഇതേപോലെ ഫംഗ്ഷൻ 3യും. അങ്ങനെ ടോപ്പിൽ നിന്ന് താഴേക്ക് ബോട്ടം വരയ്ക്കുള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ കൂടി ഒരുമിച്ചാക്കിയിട്ട് 2 മോഡ്യൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം. അപ്പോൾ ഇതിൽ നമ്മൾ മോഡ്യൂൾസും യൂസ് ചെയ്തു, ഫംഗ്ഷൻസും യൂസ് ചെയ്തു, ടോപ്പ് ഡൗൺ അപ്രോച്ചും യൂസ് ചെയ്തു. ഇത് നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. എന്നാൽ പോലും നമ്മൾ ഈ പാരഡൈം യൂസ് ചെയ്താൽ പോലും ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ പ്രൊസീജിയറുകളാക്കി, അങ്ങനെയുള്ള പ്രൊസീജിയറുകളെ ഫങ്ഷൻസിനെ ഗ്രൂപ്പാക്കി മോഡ്യൂൾസ് ആക്കി ഇങ്ങനെയൊക്കെ നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ നോക്കിയാൽ പോലും വലിയ പ്രോഗ്രാംസ് ആയി കഴിയുമ്പോൾ ഇത് കയ്യിൽ നിന്ന് പോകും. ഈ ടെക്നിക്ക് പറ്റാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ തരം ടെക്നിക്ക് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികളുണ്ട്. സി, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡൈം ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. ഈ തരം ലാംഗ്വേജുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ടാസ്ക് ഉണ്ടാവും. അതിനെ നമ്മൾ പ്രൊസീജിയർ അങ്ങനെ പിന്നെ അതിൻ്റെ താഴെ പ്രൊസീജിയർ അങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്രൊസീജിയറുകൾ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഏറ്റവും വലിയ സംഭവം ആദ്യം എഴുതുന്നു, പിന്നെ അതിൻ്റെ സബ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. ഈ തരം അപ്രോച്ചിനെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് പറയാം. ഇതിൻ്റെ കുഴപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോംപ്ലക്സ് പ്രോഗ്രാം ആയി കഴിയുമ്പോൾ, വലിയ പ്രോഗ്രാം ആയി കഴിയുമ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് അപ്രോച്ച് അതിൻ്റെ പരിമിതികൾ കാണിച്ചു തുടങ്ങും. എത്ര നല്ല ഭംഗിയിൽ നമ്മൾ ഫങ്ഷൻസോ മോഡ്യൂൾസോ ഒക്കെ ആക്കി തിരിച്ചാൽ പോലും വലിയ പ്രോഗ്രാം വരുമ്പോൾ ഈ ടെക്നിക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്നിട്ട് ഇതിൻ്റെ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഇനി നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് ഇതിൽ ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡാറ്റയ്ക്കല്ല നമ്മളിവിടെ ഊന്നൽ, എംഫാസിസ്, പ്രാധാന്യം കൊടുക്കുന്നത്, പകരം പ്രൊസീജിയറിനാണ്. ഓരോന്നും വിശദമായിട്ട് നമുക്ക് പിന്നെ താഴേക്ക് കാണാം. അടുത്ത ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുമ്പോഴുള്ള അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഡാറ്റ ടൈപ്പുകൾ വേണ്ടി വരുമ്പോൾ ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ കുഴപ്പമില്ല, വർക്ക് ചെയ്യും. നമുക്ക് പുതിയ ഡാറ്റ ടൈപ്പുകൾ പ്രോഗ്രാം വലുതാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ ഡാറ്റ ടൈപ്പുകളൊക്കെ വേണ്ടി വരുമല്ലോ. അത് ആഡ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. പിന്നെ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിലല്ല ഏതെങ്കിലും ഒരു ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റ എലിമെൻ്റ് ആഡ് ചെയ്യുക, ഇതൊക്കെ വേണ്ടി വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? മൊത്തം പ്രൊസീജിയറുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ചെറിയ ഒരു ഡാറ്റ എലിമെൻറ്റ് കൂട്ടിച്ചേർത്താൽ മതി, എല്ലാ ഫംഗ്ഷനുകളെയും ഈ ഒരു ഡാറ്റ എലിമെൻറ്റ് കൂട്ടിച്ചേർത്തത് ബാധിക്കാൻ സാധ്യതയുണ്ട്, എഫക്റ്റ് ചെയ്യും. പ്രോഗ്രാം മൊത്തം മാറ്റി എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇപ്പം 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഡാറ്റ അണ്ടർ വാല്യൂഡ് ആണ്, പിന്നെ ന്യൂ ഡാറ്റ എലിമെൻറ്റ്സ് ആഡ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, ഓൾറെഡി ഉള്ളതിൽ ചേഞ്ച് വരുത്തൽ ബുദ്ധിമുട്ടാണ്, പിന്നെ പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കാൻ കുഴപ്പമില്ല, പക്ഷെ പുതിയ ഡാറ്റ ടൈപ്പ് തന്നെ ഉണ്ടാക്കൽ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് വലിയ ബന്ധമൊന്നും ഇതിന് തോന്നില്ല. പ്രോഗ്രാം തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണെന്ന് തോന്നും. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സ്റ്റൈല്, വസ്തുക്കളുടെ പ്രത്യേകത, അതിനൊന്നും ഒരു പ്രാധാന്യവും ഈ ടെക്നിക്കിലില്ല. അത് ഓരോന്ന് എന്താണെന്ന് വിശദമായി കാണലാണ് അടുത്ത സെക്ഷനിൽ കേട്ടോ. അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ചോദിക്കാറുണ്ട്, പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിലാദ്യത്തെ പോയിന്റ്, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡാറ്റയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഈ പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇതാ ഇപ്പോൾ വിശദമാക്കി തരാം. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാധാന്യം മുഴുവൻ എന്തിനാ? എങ്ങനെയെങ്കിലും പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ്.
അതുകൊണ്ടുള്ള കുഴപ്പം എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന എക്സാമ്പിൾ കേട്ടോ. നിങ്ങളൊക്കെ ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടവരാണല്ലോ. നിങ്ങൾക്ക് ഇനി പണി കിട്ടാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണല്ലോ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണം സ്കൂളിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്കൂളിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോൾ വേണ്ടി വരിക അത് മുഴുവൻ കളക്ട് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം എഴുതി തുടങ്ങും. അപ്പോൾ പ്രോഗ്രാം എഴുതി തുടങ്ങാൻ നേരത്തെ മനസ്സിലാവും ഫീസ് കളക്ഷൻ ഒരു മോഡ്യൂളാണ്, പ്രോഗ്രസ് റിപ്പോർട്ട് വേറെ മോഡ്യൂളാണ്, അഡ്മിഷൻ ഡീറ്റെയിൽസ് വേറെ മോഡ്യൂളാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് സ്കൂളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ കഷ്ണാക്കിയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടി വരും. എല്ലാ പ്രൊസീജിയറുകൾക്കും എല്ലാ ഫങ്ഷനുകൾക്കും എല്ലാ കഷ്ണങ്ങൾക്കും കോമൺ ആയിട്ട് ആവശ്യം വരെ എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും? സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആയിരിക്കും. സ്കൂളിലെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷനുകൾക്കും ആവശ്യം വരും. ഫീസ് കളക്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഡീറ്റെയിൽ വേണം, മാർക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് കുട്ടിയുടെ ഡീറ്റെയിൽ വേണം, അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോഴും കുട്ടിയുടെ ഡീറ്റെയിൽ വേണം. അങ്ങനെ വരുമ്പോൾ എല്ലാ ഫംഗ്ഷനുകൾക്കും ഈ ഡാറ്റ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ഡാറ്റ എല്ലാ ഫംഗ്ഷനുകൾക്കും കോമൺ ആയിട്ട് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഗ്ലോബൽ വേരിയബിളായി ഡിക്ലെയർ ചെയ്യലാണ്. എല്ലാ ഫംഗ്ഷനുകൾക്കും മുമ്പ് തന്നെ ഗ്ലോബൽ വേരിയബിളായിട്ട് എല്ലാ ഫംഗ്ഷനും ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് താഴെയുള്ള എല്ലാ ഫംഗ്ഷനുകൾക്കും അപ്ലിക്കബിൾ ആണ്, കിട്ടും. അതിൻ്റെ ഉള്ളിലൊക്കെ വാലിഡ് ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെയിൻ ഡാറ്റ എന്താ? സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആണ്. കുട്ടിയെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫീസിൻ്റെ കാര്യത്തിനായാലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോഴായാലും മാർക്കിൻ്റെ കേസിലൊക്കെ കുട്ടിയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽ ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യും. അങ്ങനെ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ അറേ ഓഫ് സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കും. എന്നിട്ട് സ്റ്റുഡൻറ് ഡാറ്റ മുഴുവൻ ഒരു അറയിൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഒരു യൂണിറ്റ്, അങ്ങനത്തെ കുറേ യൂണിറ്റ് കൂടിയ ഒരു അറേ ഉണ്ടാക്കും, അറേ ഓഫ് സ്ട്രക്ചർ. ഈ സാധനം ഗ്ലോബലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഏറ്റവും മുകളിൽ എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം എല്ലാ ഫംഗ്ഷനുകളിലേക്കും ഈ അറേ പാസ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്, ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യലൊക്കെ. മാത്രമല്ല ഒരു ഫംഗ്ഷൻ ഈ സ്റ്റുഡൻസ് ഡീറ്റെയിൽ എന്തെങ്കിലുമൊക്കെ പണി നടത്തിയിട്ട് തിരിച്ച് റിട്ടേൺ അടിക്കുക, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ച പ്രശ്നം തീരും. കഴിഞ്ഞ കൊല്ലത്തെ പുസ്തകത്തിൽ C++ലെ ഫംഗ്ഷൻസ് ചാപ്റ്റർ എടുത്ത് വയ്ക്കുക, കാണാം എങ്ങനെയാണ് ഗ്ലോബൽ വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിലത്തെ ഗുണതാണ് എല്ലാ ഫംഗ്ഷനും കോമൺ ആയിട്ട് എത്തിക്കാവുന്ന രീതിയിലായി, ഡാറ്റ കൈമാറ്റം ചെയ്യാൻ എളുപ്പമായി. പക്ഷേ ഇതുകൊണ്ട് വലിയൊരു കുഴപ്പമുണ്ട്. എന്തുട്ടാണെന്നറിയോ? ആ കുഴപ്പം മനസ്സിലാവണമെങ്കിൽ റിയൽ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിളാണ് പിടിച്ചോ. ഇതാ, നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്ന കേസ് ഒരു അസൈൻമെൻ്റ് എഴുത്താണ്. വീട്ടിൽ നാളെ അസൈൻമെൻറ്റ് വയ്ക്കണമെങ്കിൽ നമ്മൾ ഇന്നാണല്ലോ അസൈൻമെൻറ്റ് എഴുതുക. അങ്ങനെ വൃത്തിയായിട്ട് രാത്രി കുത്തിരുന്ന അസൈൻമെൻ്റൊക്കെ എഴുതി ഉറക്കം വന്നു, മേശമ്മ തന്നെ സാധനം ഇട്ടിട്ട് പോയി. മേശ എന്ന് വെച്ചാൽ കോമൺ പ്ലേസ് ആണ്, വീട്ടിലെല്ലാവർക്കും ആക്സസ് ഉള്ള സ്ഥലമാണ്. ആ മേശയിൽ നമ്മൾ അസൈൻമെൻ്റൊക്കെ എഴുതി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. രാത്രി കിടന്നുറങ്ങി കാലത്ത് എണീക്കണേക്കാളും മുമ്പ് പൂച്ച അതുമ്മ ചാടി കീറിപ്പോയി. അല്ല, നമ്മൾ എണീക്കണേക്കാളും മുമ്പ് വേറെ ആരെങ്കിലും എണീറ്റു, വീട്ടിലെ കൊച്ചു കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റു, അതുമ്മ പാല് തട്ടിപ്പോയി, ചായ തട്ടിപ്പോയി. ഇനി ഇത് രണ്ടും വേണ്ട, കീറി. ഇതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. സേഫായിട്ട് ഡാറ്റ എടുത്ത് വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഡാറ്റ എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന പോലെ കോമൺ ആയിട്ടതാണ് നിങ്ങളുടെ അസൈൻമെന്റിനെ നശിപ്പിച്ചത്. ഇതേപോലെ എല്ലാ ഫംഗ്ഷനുകൾക്കും ആക്സസ് കൊടുക്കുന്ന രീതിയിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്താൽ അത് കോംപ്ലക്സിറ്റി കൂട്ടും, ഡാറ്റയുടെ സെക്യൂരിറ്റി കുറയും, ഡാറ്റയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ വരും, ഏത് ഫംഗ്ഷനും ഈ ഡാറ്റയെ എടുത്ത് ഉപയോഗിക്കാം എന്ന അവസ്ഥ വരും, ഒരു നിയന്ത്രണം അതിലില്ലാത്ത അവസ്ഥ വരും. ഈ പടം നോക്കി കഴിഞ്ഞാൽ കാണാം, അതിൽ നമ്മൾ I, J, K, L, M എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയബിൾസ് ഡാറ്റ ഉണ്ട്. ഐയും ജെയും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്നും കെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്നും L, M ഒക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്നും താഴെ നിന്നുള്ള ആരോ മാർക്ക് നോക്കിയാൽ മതി, മനസ്സിലാവും. പച്ച കളർ ആരോ മാർക്കുകളാണ് ശരിക്കും ഈ ഡാറ്റയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഓരോ ഫങ്ഷൻസും വേറെ ഏതൊക്കെ ഡാറ്റ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ചുവന്ന കളർ ആരയിലോ കാണിച്ചേക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ഡാറ്റയും അതിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഫങ്ഷനും തമ്മിലൊരു ബന്ധം ഇതിലില്ല. അങ്ങനെ ഈ ഒരു നിയന്ത്രണം ഇല്ലാത്ത കാരണം, ഏത് ഫങ്ഷനും ഏത് ഡാറ്റയും എടുത്ത് ഉപയോഗിക്കാവുന്ന കാരണം ഇല്ലീഗൽ ആക്സസ് ഡാറ്റയിൽ കൂടും.
അത് ഡാറ്റയുടെ സെക്യൂരിറ്റി കുറയ്ക്കും. ഒരു ഉത്തരവാദിത്വം ഒരു ഫംഗ്ഷനും ഇല്ലാത്ത അവസ്ഥ വരും. ഡാറ്റയിൽ ആരെന്ത് ചേഞ്ച് വരുത്തിയാലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ വരും. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഇതുകൊണ്ട് ഡാറ്റയ്ക്ക് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ നഷ്ടപ്പെടാനും അൺഓതറൈസ്ഡ് ആയിട്ട് ചേഞ്ച് വരാനും സാധ്യതയുണ്ട്. ഇതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ആദ്യത്തെ ദോഷം. ഇത് ഗ്ലോബൽ വേരിയബിൾസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു ഫംഗ്ഷൻ വഴി അതിൽ ചേഞ്ച് വരുത്തി വയ്ക്കും, അത് വർക്ക് ചെയ്യും. ഈ പരിപാടിയൊന്നും കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല എന്നും. ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ കഴിഞ്ഞാൽ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ദോഷം മനസ്സിലാക്കി വയ്ക്കുക. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. മനസ്സിലായല്ലോ? അടുത്തത്, ഇനി ആഡിങ് ന്യൂ ഡാറ്റ എലിമെന്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടു ഓൾ ഓർ മെനി ഫങ്ഷൻസ് എന്നാണ് അടുത്ത പോയിന്റ്. അതായത് നമ്മൾ ഈ ഗ്ലോബൽ വേരിയബിളൊക്കെ എഴുതി വെച്ചല്ലോ. ഗ്ലോബൽ വേരിയബിൾ എഴുതി വെച്ചിട്ട് എല്ലാ ഫങ്ഷൻസിനോട് എടുത്തോളം പറയാണല്ലോ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്. പുതിയൊരു ഗ്ലോബൽ വേരിയബിളും കൂടി നമ്മൾ എഴുതി വെച്ചു വിചാരിക്കും. സ്റ്റുഡൻറ്റ് ഡീറ്റെയിലിൽ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി നമ്മൾ കയറ്റി. ഉടനെ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിലെ എലിമെന്റ്സ് ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും ഏജും കൂടി ഉൾപ്പെടുത്താനുള്ള കോഡ് ചേർക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായി? എല്ലാ പ്രോഗ്രാമിലും നടന്ന് മാറ്റണം. ഏജും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള കോഡ് കൂട്ടിച്ചേർക്കേണ്ടി വരും പ്രോഗ്രാമിൽ. എളുപ്പമല്ല പ്രാക്ടിക്കലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്നും കയ്യിലില്ല. ആർക്ക് ഏതെടുത്ത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ വലിയൊരു കുഴപ്പം. പുതിയ ഡാറ്റ എലിമെന്റ്സ് കൂട്ടിച്ചേർക്കണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്? ചിലപ്പോൾ അത് ചേർക്കാൻ പറ്റും, പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ചേർക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വരും. കാരണം ഏതൊക്കെ ഫങ്ഷൻസ് ഏതൊക്കെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു നിയന്ത്രണവും ഇല്ല. എന്നാൽ പടം നോക്കിയാൽ കാണാം. നമ്മൾ നേരത്തെ കാണിച്ച പടത്തിൽ നിന്ന് നോക്കിയാൽ മതി, ആർക്ക് ഏത് ഡാറ്റ എടുക്കാം. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ അടുത്ത കുഴപ്പം. മൂന്നാമത്തെ കുഴപ്പം, ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. കേട്ടോ? സി പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട്, വോയിഡ്, ഡബിൾ, C++ലുണ്ട്. ഈ തരം ഡാറ്റ ടൈപ്പ് ഓൾറെഡി കമ്പൈലർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ പ്രോഗ്രാം വലുതായി കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സ്ട്രക്ചറൊക്കെ എഴുതി. എന്തിനാ? സ്ട്രക്ചർ പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാനായിരുന്നു. സ്റ്റുഡൻറ്റ് സ്പേസ് S1 എന്ന് എഴുതാം. S1 എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ആണ്. അതിലെന്തൊക്കെ സ്റ്റോർ ചെയ്യാം? സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിലുള്ള എല്ലാ സാധനവും സ്റ്റോർ ചെയ്യാം. റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ടോട്ടൽ മാർക്ക് ഉണ്ടാവും. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാവുന്ന. സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചറിലുള്ള എല്ലാ സാധനവും ഉപയോഗിച്ചിട്ട് പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് പുതിയൊരു ഡാറ്റ ടൈപ്പ് പോലെ വർക്ക് ചെയ്യും. ഈ ഫീച്ചറൊന്നും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലില്ല. പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുക, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ തന്നെ പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാം. അങ്ങനെ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രാമറുടെ ഇഷ്ടത്തിന് പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാനുള്ള സൗകര്യം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലില്ല. ഇത് പ്രോഗ്രാമിൻ്റെ കഴിവ് പരിമിതപ്പെടുത്തും. എക്സ്റ്റെൻസിബിൾ അല്ല എന്ന് പറയും കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ. ഫീച്ചേഴ്സ് പരിധിയില്ലാത്ത രീതിയിലല്ല. ഇതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അടുത്ത കുഴപ്പം. എക്സ്റ്റെൻസിബിൾ അല്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയ ഡാറ്റ ടൈപ്പ് ഒക്കെ കൂട്ടിച്ചേർത്ത് ഫീച്ചർ കൂട്ടുന്ന പരിപാടി അത് പറ്റില്ല. ഏതിൽ? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. മനസ്സിലായല്ലോ? നാലാമത്തെ പോയിന്റായിട്ട് പറഞ്ഞേക്കുന്നത് പുവർ റിയൽ വേൾഡ് മോഡലിംഗ് എന്നാണ്. നിത്യജീവിതത്തിൽ ഉള്ള മാതൃകകളായിട്ട് ഒരു ബന്ധവും പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡാറ്റയ്ക്കോ ഫങ്ഷൻസിനോ ഇല്ലയെന്ന്. ആദ്യം കേൾക്കുമ്പോൾ എന്ത് നിത്യജീവിതത്തിലുള്ള സാധനങ്ങൾ ഇതും തമ്മിൽ ബന്ധം തോന്നും. ഇതാക്കേട്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞ അതേ പ്രോഗ്രാം സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. ഇതിൽ ഡാറ്റ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്ക്, ഇതൊക്കെയാണ് സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിലെ ഡാറ്റ. ഈ ഡാറ്റ മുഴുവൻ സ്റ്റുഡൻറ്റ് എന്ന തരം ഡാറ്റയുടെ ഫീച്ചേഴ്സ് ആണല്ലോ. സ്റ്റുഡൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്ക്, ഏജ്, ജെൻഡർ, ഇതൊക്കെ റിയൽ വേൾഡിലും ഇല്ലേ സ്റ്റുഡൻറ്റിന് ഈ പ്രത്യേകതകൾ ഇല്ലേ? പ്രായം, വയസ്സ്, പിന്നെ പേര്, റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ, 6 സബ്ജക്റ്റ് മാർക്ക്, ഇതൊക്കെ റിയൽ വേൾഡിലെ സ്റ്റുഡൻസിനുണ്ടല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ.
എന്ന് വെച്ചാൽ റിയൽ വേൾഡിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടോ അയാൾക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രോഗ്രാമിൽ നമ്മൾ ഈ സ്റ്റുഡൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ ഈ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ ഈ സ്റ്റുഡൻറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെ പ്രോഗ്രാം കഷ്ണങ്ങൾക്ക് മോഡിഫൈ ചെയ്യാന്നുള്ളതിന് ഒരു നിയന്ത്രണവും. നമ്മൾ പ്രോഗ്രാമിൽ എത്ര ഫങ്ഷൻസ് എഴുതുന്നോ അതിൽ ആർക്ക് വേണമെങ്കിലും ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാറ്റാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫങ്ഷൻസ് യൂസ് ചെയ്ത് ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യുമ്പോൾ. അതേസമയം റിയൽ വേൾഡിൽ അങ്ങനെയല്ല. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസും ഒരു യൂണിറ്റാണ്. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും അത് ലിമിറ്റഡ് ആണ്. നാട്ടിൽ കൂടെ പോകുന്ന എല്ലാവർക്കും സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ മാറ്റാനൊന്നും പറ്റില്ല. ഒരു സ്കൂളിലെ അധികാരപ്പെട്ട കുറച്ച് ആൾക്കാർക്കേ മാറ്റാൻ പറ്റുള്ളൂ. സ്റ്റുഡൻറ്റിന് തന്നെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ ഒന്നും മാറ്റാൻ പറ്റില്ല. ചില നിയന്ത്രണങ്ങളുണ്ടെന്നു റിയൽ ലൈഫിൽ. ഈ ഒരു നിയന്ത്രണം ഇമ്പോസ് ചെയ്യാൻ, അത് അങ്ങനെ ഒരു കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറ്റില്ല. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വേറെ ആരും തുടരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ അത് എടുത്തു നോക്കും ഗ്ലോബലായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ. അതേസമയം അപ്പോൾ ഇതുകൊണ്ട് കുഴപ്പമുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സാധനം അതേപോലെ ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ടീച്ചർ ഡീറ്റെയിൽ ആയാലും ഇങ്ങനെ തന്നെ. ഇപ്പോൾ ടീച്ചർ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം ഡീറ്റെയിൽസ്, പിന്നെ പഠിപ്പിക്കുന്ന ക്ലാസ് ഏതൊക്കെ, വിഷയങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ ടീച്ചറെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഇത് ആർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാന്നുള്ള അവസ്ഥയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ശരിക്കും റിയൽ വേൾഡിൽ അങ്ങനെയല്ല. ഓരോ ടീച്ചർ ഏത് ക്ലാസ്സിൽ പോകണം, ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കണം, അതൊക്കെ ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. ഈ സെറ്റപ്പ് അതേപോലെ പ്രോഗ്രാമിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. റിയൽ വേൾഡിൻ്റെ മാതൃകകൾ ഉണ്ടാക്കൽ എളുപ്പമല്ല പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ. അതേസമയം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനാണ് അടുത്ത ടെക്നിക്ക്. അതിനി ഇപ്പോൾ പറയാൻ പാടില്ലല്ലോ, അടുത്ത ടെക്നിക്ക് പറയുമ്പോഴല്ലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ റിയൽ വേൾഡിലെ മാതൃകകൾ അതേപോലെ പകർത്താൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് പിന്നിലാണ്. അതേസമയം ഇതൊക്കെയാണ് അതിൻ്റെ കുഴപ്പങ്ങൾ. ഈ കുഴപ്പങ്ങളൊക്കെ സോൾവ് ചെയ്യാനാണ് നമ്മൾ പുതിയൊരു അപ്രോച്ച് തന്നെ, പാരഡൈം തന്നെ കൊണ്ടുവന്നത്. സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടോ ചില നിയന്ത്രണങ്ങൾ ആദ്യം തന്നെ ഇമ്പോസ് ചെയ്യും. ആദ്യം തന്നെ പറയും ചില നിയന്ത്രണങ്ങളുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിംഗ് ശൈലിയിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് ആദ്യം തന്നെ പറയും. ആ ശൈലിയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് കാണലാണ് അടുത്തത്. അത് അടുത്ത ദിവസം കാണാം. അപ്പം ശരി, ബൈ.